ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പാഠം 10 പേജ് 55 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. ഹാമിദുൻ വ ഐന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെ? നിൻ്റെ ഉമ്മ എവിടെ? ഉമ്മുക്കി, നിൻ്റെ ഉമ്മ. അപ്പോൾ ലമീർ മുത്തസിൽ ക ഇസ്മ ആയ ഉമ്മയോട് ചേർന്നു. അപ്പോൾ നിൻ്റെ അല്ലെങ്കിൽ ഇവിടെ എന്നുള്ള അർത്ഥാവനം. അപ്പോൾ ഇവിടെ നിൻ്റെ. അപ്പോൾ മുലാഫ് മുലാഫുലി, ഉമ്മു മുലാഫ് വ ക മുലാഫിലെ മജ്റൂർ. ക മബനിയാണ്, അതുകൊണ്ടാണ് കസറത്തില്ലാത്തത്. അപ്പോൾ മുലാഫിലെ ആയതുകൊണ്ട് അത് മജ്റൂറാണ്. കാരണം നമുക്കറിയാം മുലാഫിലെ എപ്പോഴും മജ്റൂറാണ്. ഉമ്മുക്കി, ഉമ്മു മുലാഫാണ്, അതുകൊണ്ട് അതിന് അലിഫ് ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. മുഹമ്മദുൻ ഹിയ ഐലൻ ഫിൽ കുവൈത്തി മഅ അബി. അപ്പോൾ ഉമ്മനെക്കുറിച്ചാണ് ചോദിച്ചത്, ഉമ്മ എവിടെയെന്ന്. അപ്പോൾ ഹിയ അവർ, ഉമ്മ, ഐലൻ ഉമ്മയും, ഫിൽ കുവൈത്തി കുവൈത്തിലാണ്, മഅ കൂടെ, അബി എൻ്റെ ഉപ്പൻ്റെ കൂടെ, എൻ്റെ ബാപ്പൻ്റെ കൂടെ. അബി അബുൻ ഉപ്പ, അബുൻ്റെ കൂടെ ലമീർ മുത്തസിലായ യാ ചേർത്താൽ അബി, അബീനാവും. ഇതാണ് യാ ചേർത്താൽ അബീനാവും. അപ്പോൾ എൻ്റെ ഉപ്പ, അബു എന്ന് പറഞ്ഞ ഉപ്പ, അബി എൻ്റെ ഉപ്പ. അപ്പോൾ ഇന്ത്യ എന്നുള്ള അർത്ഥം വരുന്നു. അപ്പോൾ മുലാഫ് മുലാഫിലെ മജ്റൂർ, അബു മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഹിയ ഐലൻ, ഐലൻ എന്ന് പറഞ്ഞാൽ അവരും, എന്ന് പറയാൻ. ഇംഗ്ലീഷിൽ ഓൾസോ, മലയാളത്തിൽ ഓൾസോക്കും ആൻഡിനും തന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഹിയ ഐലൻ അവരും, ഫിൽ കുവൈത്തി കുവൈത്തിലാണ്, മഅ അബി എൻ്റെ ഉപ്പൻ്റെ കൂടെ. അപ്പോൾ ഹിയ ഇസ്മാണ്, ലമീർ മുംഫസിൽ, ലമീർ മുംഫസിൽ എല്ലാം ഇസ്മാണ്. ഹുവ ഹുമാഹും യഹുമ ഹുന്ന, ഹിയാണിത്. അപ്പോൾ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്നത് ജുംല ഇസ്മിയാണ്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ, എന്തുകൊണ്ട് ലമ്മത്തിൻ്റെ അടയാളമില്ല, മബ്നിയാണ്. അപ്പോൾ ഹിയ. ഐലൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ഫിൽ കുവൈത്തി, ഫി ഹർഫുജർ, അൽ കുവൈത്തി ഇസ്മ മജ്റൂർ, ജാറും വ മജ്റൂർ, ഷിബു ജുംല ഖബർ അല്ലേ. ഫി ഹർഫുജർ വന്നു, ഹർഫുജറിന് തൊട്ടിപ്പുറന്തിരിക്കും ഇസ്മ മജ്റൂർ. അപ്പോൾ ഫിൽ കുവൈത്തി. അപ്പോൾ അൽ കുവൈത്തു എന്നുള്ളത് എന്താവും, ഫിൽ കുവൈത്തി. അപ്പോൾ അതാണ് ഖബർ. പിന്നെ മഅ അബി എന്നുള്ളത് കൂടുതൽ നമുക്ക് വിവരം തരാം, ഉപ്പൻ്റെ കൂടെ. അപ്പോൾ മഅ എന്താ, ലർഫ്, ലർഫ്. ലർഫിന് ശേഷം ഇസ്മ വന്ന അതെന്തായിരിക്കണം, അത് മുലാഫിലെ മജ്റൂറാണ്. നമുക്കറിയാം ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അത് മുലാഫിലെ മജ്റൂറാണ്. അതുകൊണ്ട് അബി. വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ മഅ ലർഫ്, ലർഫ് മക്കാൻ അല്ലെ, സ്ഥലമാണ്, കൂടെ, എൻ്റെ അടുത്താണ്. ഉപ്പൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സമയമല്ല, ലർഫു സമാനല്ല. പിന്നെ ലർഫിന് ശേഷമുള്ള ഇസ്മെന്ത മുലാഫിലെ മജ്റൂർ. അപ്പോൾ അബി മുലാഫിലെ മജ്റൂർ. പിന്നെ അബു എന്തും കൂടിയാണ്, മുലാഫാണ്. കാരണം ലമീർ മുത്തസിൽ യാ ആ ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ അബു എന്താവും, മുലാഫു ആകും. അപ്പോൾ മഅക്ക് ശേഷം വന്നുകൊണ്ട് അബു മുലാഫിലെയാണ്, മജ്റൂറാണ്. പിന്നെ എന്താണ്, യാ മുത്തക്കല്ലിം അതിനോട് ചേർന്നുകൊണ്ട് അബു എന്തും കൂടിയാണ്, മുലാഫും കൂടിയാണ്. പിന്നെ യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. ഹിയ മുദർരിസത്തുൻ ഹുനാക്ക, അവർ ടീച്ചറാണ് അവിടെ. ഹിയ മുബ്തദഉൻ മർഫൂൻ, ആരംഭിക്കുന്ന ഇസ്മ. മുദർരിസത്തുൻ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ, ആദ്യത്തെ ഇനം ഖബർ. ഹുനാക്ക എന്താ, ലർഫ്. ഹുനാക്ക അവിടെ, ലർഫ്. ലർഫ് മക്കാൻ സ്ഥലമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ലർഫും ഇസ്മാണ്.
ഈ ഹുനാക്കക്ക് ശേഷം വേറെ ഇസ്മില്ല. വേറെ ഇസ്മ ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായിരിക്കണം? മുലാഫിൽ മജ്റൂറായിരിക്കും. പക്ഷേ ഈ ഹുനാക്ക് ശേഷം പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ സെൻറ്റൻസ് അവിടെ തീർന്നു. അപ്പോൾ ഹുനാക്ക അല്ലാർ ഹിയ മുദരിസത്തുൻ, അതോടെ ജുംല ഇസ്മിയ മുഫീദ സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ ഹുനാക്ക കുറച്ചും കൂടി നമുക്ക് വിവരം തരാണ്. ഹുനാക്ക അവിടെ, അത് ലർഫാണ്. ലർഫ് എല്ലാം ഇസ്മാണ്. ഹാമിദുൻ അദ്ഹബ്ത ഇലൽ കുവൈത്തി യാ മുഹമ്മദുൻ, അല്ലയോ മുഹമ്മദ് കുവൈത്തിലേക്ക് നീ പോയോ? അസഹബ്ത നീ പോയോ. ദഹബ ദഹബ ദഹബു ദഹബത് ദഹബത ദഹബ്ന. ദഹബ്ത നീ പോയി. അസഹബ്ത നീ പോയോ. നീ പോയോ ആന്ന് വന്നല്ല അവിടെ. ദഹബ്തക്ക് മുമ്പ് ആ ഉണ്ട്. അസഹബ്ത നീ പോയോ. ഇലൽ കുവൈത്തി യാ മുഹമ്മദു. അപ്പോൾ യാ വന്നുകൊണ്ട് മുഹമ്മദു, മുഹമ്മദു എന്നുള്ള തൻവീന് പോകും യാ വന്നാൽ. യാ ഹർഫു നിദ, മുഹമ്മദു മുനാദ. അപ്പോൾ ദഹബയാണ് ഫീല്. ഫായിലേതാ? ലമീർ മുത്തസിൽ ത. ഫീലിൻ്റെ കൂടെ വരുന്ന ഫീല് മാലിൻ്റെ കൂടെ വരുന്ന ലമീർ മുത്തസിലാണ് ത. ത വന്നാൽ നീ എന്നാണ് അർത്ഥം. അപ്പോൾ നീ പോയി. അദഹബ്ത നീ പോയോ. അപ്പോൾ മുഹമ്മദ് എന്താ മറുപടി പറയുന്നത്? നാം അതെ. ഹർഫു ജവാബ്. ദഹബ്തു ഞാൻ പോയി. അപ്പോൾ ദഹബ ഫീല്, തു ഫായിൽ. ഫീലും ഫായിലും വരണം. ദഹബ ഫീല്, തു ഫായിൽ. ഞാൻ എന്ന് സൂചിപ്പിക്കുന്നതാണ് തു. ആ തു എന്താണ്? ലമീർ മുത്തസിൽ മബനി. പക്ഷേ ഇവിടെ ഫായിലായതുകൊണ്ട് ഫായിലിൻ്റെ അടയാളം എന്താ? മർഫു. ആ ദഹബ്തയിലെ ദഹബ്ത നീ പോയി. ത ഫായിലിൻ്റെ അടയാളം എന്താണ്? മർഫു. പക്ഷെ മബനി ആയതുകൊണ്ട് താ നീ എഴുതുള്ളൂ. ദഹബ്ത. അതുപോലെ ദഹബ്തു അത് മർഫു ആയതുകൊണ്ടല്ല, പിന്നെയോ മബനിയാണ്. അത് ലമീർ മുത്തസിൽ തു ഞാൻ എന്ന് സൂചിപ്പിക്കാൻ ലംബത്തിൻ്റെ അടയാളം തന്നെയാണ്, പക്ഷെ അത് മബനിയാണ്. അപ്പോൾ ഇവിടെ ദഹബ്തു ഞാൻ പോയി. ഹാമിദുൻ വ ജമീലുക്ക നിൻ്റെ സഹപാഠിയോ. ജമീലു എന്ന് പറഞ്ഞാൽ സഹപാഠി. വ ജമീലുക്ക നിൻ്റെ സഹപാഠി. വ ജമീൽ മുലാഫ്, അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. കാ മുലാഫിലെ മജ്റൂർ. വ ജമീലുക്ക നിൻ്റെ സഹപാഠിയും. നിൻ്റെ സഹപാഠിയും. അയിന അബൂഹു അദ്ദേഹത്തിൻ്റെ ബാപ്പ എവിടെ. അദ്ദേഹത്തിൻ്റെ ബാപ്പ എവിടെ. അപ്പോൾ അയിന എവിടെ, അബു ബാപ്പ, അതിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ഹു ചേർന്നു. അപ്പം അബൂഹു. അപ്പോൾ എന്താണ്? അബൂഹു. അപ്പോൾ അബു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അതിൻ്റെ കൂടെ വാവ് ഉണ്ടാവും. വാവ്. ഓക്കെ. എല്ലാ ലമീർ മുത്തസിലും അബുവിൻ്റെ കൂടെ ചേർക്കുമ്പം വാ എഴുതിയിട്ട് ചേർക്കാം. ഏതൊഴികെ? അബീന്ന് എഴുതുമ്പം ഒഴികെ. അബീന്ന് എഴുതുമ്പം വാ എഴുതൂല. അബീന്ന് ഡയറക്റ്റ് മറ്റ് ഇസ്മുകളെ പോലെ തന്നെ യാ ബാൻ്റെ കൂടെ ചേർത്ത് എഴുതും, വാ എഴുതൂല. പക്ഷെ അബൂന്ന് എഴുതുമ്പം അയിന അബൂഹു. അബൂന്ന് എഴുതുമ്പം എന്താണ്? വാ എഴുതും. അബൂന്ന് എഴുതുമ്പോൾ എന്താണ്? വാ എഴുതും. ഏത്? മറ്റ് ലമീർ മുത്തസിൽ വരുമ്പം അബൂഹു, അബൂഹുമ, അബൂഹും, അബൂഹ, അബൂഹുമ, അബൂഹുന്ന, അബൂക്ക, അബൂക്കുമ, അബൂക്കും, അബൂക്കി, അബൂക്കുമ, അബൂക്കുന്ന, അബീ വാ എഴുതൂല, അബൂന. ഇങ്ങനെ 5 ഇസ്മുകളുണ്ട്. വാവ് എഴുതുന്ന 5 ഇസ്മുകളുണ്ട്. 5 നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ ആദ്യത്തേതാണ് അബുൻ. ഓക്കെ. അപ്പോൾ ലമീർ മുത്തസിൽ അബുവിൻ്റെ കൂടെ എഴുതുമ്പം യാ മുത്തക്കലിം ഒഴികെയുള്ളതിനെല്ലാം വാവ് എഴുതും. അപ്പോൾ അയിന അബൂഹു അദ്ദേഹത്തിൻ്റെ പിതാവ് എവിടെ, ബാപ്പ എവിടെ, ഉപ്പ എവിടെ. സഹപാഠിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ മുഹമ്മദുൻ അബൂഹു ഫിൽ യാബാനി. അബൂഹു ഫിൽ യാബാനി അദ്ദേഹത്തിൻ്റെ ബാപ്പ ജപ്പാനിലാണ്. ഫിൽ യാബാനി എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ. യാബാൻ, അൽ യാബാനു ജപ്പാൻ. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ ലമീർ മുത്തസിൽ ചേർന്നു. അപ്പോൾ അബു എന്തും കൂടിയാണ്? മുലാഫ്. ഹു എന്താ? മുലാഫിലെ മജ്റൂർ. പക്ഷെ ഹുവിൻ്റെ മുകളിൽ ലമ്മത്തിൻ്റെ അടയാളമാണ്. മബിനിയാണ് ലമ്മ. ലമ്മത്തിൻ്റെ മുകളിലാണ് മബിനി. അപ്പോൾ ഇതാ അബൂഹീന്ന് എഴുതൂല. കാരണം എന്താ? ഹൂന്നേ എഴുതുള്ളൂ, മബിനിയാണ്. പക്ഷെ ഹു ശരിക്കെന്താ?
മുലാഫിലയാണ് അതിൻ്റെ അടയാളം എന്തായിരിക്കണം? മജ്റൂർ. ഫി ഹർഫുജർ അൽ യാബാനി ഇസ്മ മജ്റൂർ. ഫീക്ക് ശേഷം ഇസ്മ വന്നാൽ അത് ഇസ്മ മജ്റൂർ. ജാറുമ മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ഇനം ഖബർ. ഹുവ താജിറുൻ കബീറുൻ. അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്. ഹുവ അദ്ദേഹം, അവൻ, അയാൾ അങ്ങനെയൊക്കെ പറയാം. താജിറുൻ കച്ചവടക്കാരൻ, കബീറുൻ വലിയ. അപ്പോൾ ഹുവ താജിറുൻ കബീറുൻ വലിയ കച്ചവടക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ മബ്നിയാണ്. ഹുവ ലമീർ മുൻഫസിലാണ്. എല്ലാ ലമായറുകളും മബ്നിയാണ്. അപ്പോൾ ഹുവ മബ്നിയുൻ അലാ ഫത. വാവിൻ്റെ മുകളിൽ ഫതഹാണ്. ഫതഹിൻ്റെ മുകളിൽ മബ്നി. അപ്പോൾ ലമീർ മുൻഫസിൽ എപ്പോഴും മർഫൂ ആണ്. അത് മജ്റൂറും മൻസൂബും വരില്ല. അപ്പോൾ ഹുവ മർഫൂൻ മുബ്തദഉൻ മർഫൂൻ. താജിറുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. കബീറുൻ എന്താ? നാത്ത്. അപ്പോൾ താജിറുൻ മുദക്കർ ആയതുകൊണ്ട് കബീറുനും മുദക്കർ. താജിറുൻ ഏകവചനമായതുകൊണ്ട് കബീറുൻ ഏകവചനം. താജിറിൻ്റെ മുകളിൽ മർഫൂ ആയതുകൊണ്ട് കബീറിനും മർഫൂ ലമ്മത്ത് തൻവീന്. താജിറിന് അലിഫ്ലാമില്ലാത്തതുകൊണ്ട് കബീറിനും അലിഫ്ലാമില്ല. അപ്പോൾ ഈ 4 സംഗതികളും യോജിക്കണം. നാത്ത് മന്നൂത്ത്. ഹാമിദുൻ അലക്ക അഹുൻ യാ മുഹമ്മദു. നിനക്ക് സഹോദരനുണ്ടോ അല്ലയോ മുഹമ്മദ്? ലക്ക. ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക്. നിനക്ക്. നിനക്കുണ്ടോ? അലക്ക നിനക്കുണ്ടോ. കാരണം നമുക്കറിയാം ഹംസത്തു ഇസ്തിഫാമാണത്. ഉണ്ടോ എന്ന് ചോദിക്കാൻ. അഹുൻ സഹോദരൻ. യാ മുഹമ്മദ് മുഹമ്മദേ. അപ്പോൾ ലഹു അദ്ദേഹത്തിന്. ലഹുമ അവർ 2 പേർക്ക്. ലഹും അവർ കുറേ പേർക്ക്. ലഹ അവൾക്ക്. ലഹുമ അവർ 2 പേർക്ക്. ലഹുന്ന അവർ കുറേ സ്ത്രീകൾക്ക്. ലക്ക നിനക്ക്. ഇതാണ് ലക്ക. അലക്ക നിനക്കുണ്ടോ. ലക്കുമ നിങ്ങൾ 2 പേർക്ക്. ലക്കും നിങ്ങൾ കുറേ പേർക്ക് പുരുഷൻ. അൽ ലക്കി നിനക്ക് സ്ത്രീ. ലക്കുമ നിങ്ങൾ 2 പേർക്ക്. ലക്കുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾക്ക്. ലീ എനിക്ക്. ലന ഞങ്ങൾക്ക്. അതാണ് ദമീർ മുത്തസിൽ ഇങ്ങനെ ലാമിൻ്റെ കൂടെ ചേർക്കുന്നത്. ഓക്കെ. ഈ ലാ ഏതാ? ഹർഫ് ജറാണ്. ഓക്കെ. ഹർഫ് ജർ ലാമാണ്. മനസ്സിലായോ? ഹർഫ് ജർ ലാമാണ്. അപ്പോൾ അതാണ് നിനക്ക്. അലക്ക നിനക്ക്. അലക്ക നിനക്കുണ്ടോ. അപ്പോൾ മുഹമ്മദ് എന്താ ഉത്തരം പറയുന്നത്? നാം അതെ ഉണ്ട്. ലീ അഹുൻ വാഹിദുൻ എനിക്ക് ഒരു സഹോദരനുണ്ട്. എനിക്കൊരു സഹോദരൻ ഉണ്ട്. അപ്പോൾ ലീ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. അഹുൻ ഒരു സഹോദരൻ. അഹുൻ സഹോദരൻ. വാഹിദുൻ ഒരു സഹോദരൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ലാമ് പറഞ്ഞു അത് ഹർഫ് ജറാണ്. ഇവിടെ ഹർഫ് ജർ തുടക്കത്തിൽ വന്നു. സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നു. യാ മുത്തക്കല്ലിം എന്താ? ഇസ്മ മജ്റൂർ. കാരണം ലാ ഹർഫ് ജറാകുമ്പം തൊട്ടിപ്പുറം എന്തായിരിക്കണം? ദമീർ മുത്തസിലാണ്. ഇസ്മ മജ്റൂറാണ്. കാരണം ഹർഫ് ജറിന് ശേഷം എന്ത് ഇസ്മ വന്നാലും ഇവിടെ ദമീർ മുത്തസിലായ ഇസ്മ വന്നത് അത് ഇസ്മ മജ്റൂറാണ്. അപ്പോൾ ഹർഫു ജർ ഇസ്മ മജ്റൂർ ജാറുമ മജ്റൂർ ഷിബു ജുംല ഖബർ. ഇവിടെ ഖബർ ആദ്യം വന്നു. അതിന് ഖബറിനെ മുന്തിച്ചു എന്ന് പറയും. ഖബറിനെ മുന്തിച്ചു എന്ന് പറയും. കാരണം ഹർഫു ജർ ഇസ്മ മജ്റൂർ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലും വരാം. അങ്ങനെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതൊരിക്കലും മുബത്തദയാവില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? മുബത്തദിനെ പിന്തിച്ചു. അതാണ് അഹുൻ. മുബത്തദിനെ എന്താക്കിയിട്ടുണ്ട്? പിന്തിച്ചു. അപ്പോൾ മുബത്തദ് ശേഷം വന്നു. അങ്ങനെയും വരാം. ആദ്യം ഖബർ വന്നിട്ട് പിന്നെ മുബത്തദ വരാം. അപ്പോൾ അതിനെ മുബത്തദിനെ പിന്തിച്ചു എന്ന് വരാം. ഖബറിനെ മുന്തിച്ചു എന്നും വരും. കാരണം ഹർഫ് ജർ ഇസ്മ മജ്റൂർ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതിനൊരിക്കലും മുബത്തദ എന്ന് പറയൂല. കാരണം അത് മുബത്തദയല്ല. അത് ഹർഫ് ജർ ഇസ്മ മജ്റൂർ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ ഇനം ഖബറാണ്. അപ്പോൾ ഖബറിനെ പിന്തിച്ചു. അപ്പോൾ മുബത്തദ സ്വാഭാവികമായിട്ടും ഖബറിനെ മുന്തിച്ചു. അപ്പോൾ മുബത്തദവും സ്വാഭാവികമായിട്ടും പിന്തിച്ചു. അപ്പോൾ അഹുൻ മുബത്തദവും മർഫൂൻ. കണ്ടോ? മർഫൂ ആണ്. ലമ്മത്താണ്. തൻവീനാണ്. അഹുൻ. വാഹിദുൻ. വാഹിദുൻ എന്താ? നാത്താണ്.
ആ സഹോദരനെ എൻ്റെ ഒരു വിശേഷണം പറയാണ്, ആ ഒറ്റ സഹോദരൻ എന്ന് പറയാണ്. അപ്പോൾ അഹുൻ പുല്ലിംഗം, വാഹിദുനും പുല്ലിംഗം. അഹുൻ ഏകവചനം, വാഹിദുനും ഏകവചനം. അഹുൻ ദമ്മത്ത് തൻവീന്, വാഹിദുനും ദമ്മത്ത് തൻവീൻ. അഹുൻ അലിഫ്ലാമില്ല, വാഹിദിനും അലിഫ്ലാമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇസ്മുഹു ഉസാമത്തു, അദ്ദേഹത്തിൻ്റെ പേര് ഉസാമ. അപ്പോൾ ഇസ്മു കൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇസ്മാണ് മുബ്തദഉൻ മർഫൂൻ. വഹുവ മുലാഫ്, കാരണം ലമീർ മുത്തസിലായ ഹു ഇതിൻ്റെ കൂടെ ഈ ഇസ്മിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇസ്മു വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. ഹു നമുക്കറിയാം മബിനിയാണ്. അപ്പോൾ ഹു ലമ്മത്തിൻ്റെ മോൾ മബിനിയാണ്. പക്ഷെ ഇവിടെ എന്താണ്, മുലാഫിലെ ആയതുകൊണ്ട് മജ്റൂറാണ്. ഉസാമ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. വഹുവ മഈ ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. വഹുവ മഈ ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, അദ്ദേഹവും എൻ്റെ കൂടെ, ഹുന ഇവിടെ, മദീനത്തുൽ മുനവ്വറത്തിലാണ്. അപ്പോൾ വാ എന്താ, ഹർഫു അത്ഫ്. ഹുവ മുബ്തദഉൻ മർഫൂൻ അല്ലെ, ഹുവ കൊണ്ട് തുടങ്ങുകയാണ് ഇസ്മ. അപ്പോൾ മുബ്തദഉൻ മർഫൂൻ. മഅ, മഅ എന്താ, ലർഫ്, ലർഫ് ഖബർ. പിന്നെ മാക്ക് ശേഷം യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ, കാരണം ലമീർ മുത്തസിൽ ഇസ്മാണ്. ആ ഇസ്മു ലർഫിൻ്റെ കൂടെ ചേർന്നാൽ ആ ഇസ്മ എന്താ, മറ്റേ മഈന്ന് വായിക്കും. പക്ഷേ ലർഫിന് ശേഷമുള്ള ഇസ്മ എന്താണ്, മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് പൂർത്തിയായി, അദ്ദേഹം എൻ്റെ കൂടെ. പിന്നെ ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി എന്താണ്, കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. ഇപ്പോൾ ഹുന എന്താ, ലർഫ്. ഹുന ഇവിടെ എന്ന് പറഞ്ഞാൽ ലർഫ്. അപ്പോൾ ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ. രണ്ടും ലർഫാണ്, രണ്ടും ലർഫ് മക്കാനാണ്. ഇവിടെ എന്ന് പറയാൻ ഹുന, അവിടെ എന്ന് പറയാൻ ഹുനാക്ക. ഹുനാക്ക എന്ന് പറഞ്ഞാൽ, ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ, ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ. ഓക്കെ. പിന്നെ ഫി എന്താ, ഹർഫു ജർ. അൽ മദീനത്തി ഇസ്മു മജ്റൂർ, അൽ മുനവ്വറത്തി നാത്ത്. ആ മദീനനെ വിശേഷിപ്പിക്കുകയാണ് മുനവ്വറ. അപ്പോൾ മദീനത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് മുനവ്വറത്തും സ്ത്രീലിംഗം. ഫി വന്നുകൊണ്ട് മദീനത്ത് കസറായി, കാരണം ഹർഫു ജറിന് ശേഷം ഇസ്മു മജ്റൂറാണ്. അപ്പോൾ മദീനത്തി എന്നായതുകൊണ്ട് മുനവ്വറ തി. മദീനക്ക് അലിഫ്ലാമുണ്ട്, മുനവ്വറക്കും അലിഫ്ലാമുണ്ട്. മദീന ഏകവചനം, മുനവ്വറയും ഏകവചനം. വലി ഉഖ്തുൻ വാഹിദത്തുൻ, എനിക്ക് ഒരു സഹോദരി ഉണ്ട്, ഒരു സഹോദരിയുണ്ട്. ഇസ്മുഹ സൈനബു, അവളുടെ പേര് സൈനബാണ്, അവളുടെ പേര് സൈനബാണ്. അപ്പോൾ വാ എന്താ, ഹർഫു അത്തഫ്. ലി ഹർഫു ജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബറിനെ മുന്തിച്ചു. ഉഖ്തുൻ മുബ്തദഉൻ മർഫൂൻ, മുബ്തദയെ പിന്തിച്ചു. വാഹിദത്തുൻ നാത്ത്. അപ്പോൾ ഉഖ്തുൻ ആയതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് വാഹിദു എന്തായി, സ്ത്രീലിംഗമായി, വാഹിദത്തുൻ. നേരെ മുകളിലത്തെ സെൻറ്റൻസ് നോക്കൂ. അഹുന്ന് പറഞ്ഞപ്പം വാഹിദുൻ എന്നാണ് പറഞ്ഞത്, അഹുന്ന് പറഞ്ഞപ്പം വാഹിദെന്ന് പറഞ്ഞു. ഉഖ്തെന്ന് പറഞ്ഞപ്പോഴോ സഹോദരി എന്ന് പറയുമ്പം വാഹിദത്തുൻ. ഓക്കെ. നാത്ത് എപ്പോഴും മന്നൂത്തിനെ പിൻപറ്റും. ഇസ്മുഹ സൈനബു, അവളുടെ പേര് സൈനബ്, അവളുടെ പേര് സൈനബ്. അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്. ഹ മുലാഫിലെ മജ്റൂർ, ദമീർ മുത്തസിലായ ഹ എന്തായി, ഇസ്മിനോട് ചേർന്നു. ഓക്കെ, ഇസ്മിനോട് ചേർന്നു. ഹ മബനിയാണ്, അപ്പോൾ അത് മുലാഫിലേൻ്റെ സ്ഥാനത്തായതുകൊണ്ട് മജ്റൂറാണ്. ഇസ്മുഹ, അവളുടെ പേര്. കണ്ടോ, ഉടെ എന്നുള്ള അർത്ഥം വന്നു, അവളുടെ പേര്. ഇസ്മ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. സൈനബു ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. വഹിയ ഫിൽ ഇറാഖി മഅ സൗജിഹ, അവൾ ഇറാഖിലാണ് അവളുടെ ഭർത്താവിൻ്റെ കൂടെ. അവൾ ഇറാഖിലാണ് അവളുടെ ഭർത്താവിൻ്റെ കൂടെ.
അപ്പോൾ വാ എന്താ ഹർഫു അത്തഫ്, ഹിയ മുബ്തദഉൻ മർഫൂൻ, ഫി ഹർഫു ജർ അൽ ഇറാഖി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശുബു ജുംല ഖബർ. ഇവിടെ സെൻറ്റൻസ് പൂർത്തിയായി, മുബ്തദയും ഖബറുമായി സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയണത് മഅ സൗജിഹ, അവളുടെ ഭർത്താവിൻ്റെ കൂടെ. അപ്പോൾ മാ എന്താ ലർഫ്, മാ എന്താ ലർഫ്, സൗജിഹ. അപ്പോൾ മാ വന്നുകൊണ്ട് സൗജിന് എന്ത് വന്നു, കസ്രത്ത് വന്നു. സൗജ് എന്നുള്ളത് എന്തായി, സൗജീന്നായി. തൻവീന് പോയി, കാരണം എന്താ, സൗജ് മുലാഫാണ്, സൗജി മുലാഫാണ്. കാരണം എന്താ മുലാഫ് എന്ന് പറയാൻ കാരണം, ദമീർ മുത്തസിലായ ഹ അതിൻ്റെ കൂടെ ചേർന്നു, ദമീർ മുത്തസിലായ ഹ അതിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ സൗജിഹ. ഓക്കെ, ശരിക്കും സൗജുന്നാണ്, മായ വന്നുകൊണ്ട് സൗജീന്നായി. കാരണം ലർഫിന് ശേഷം കസറാണ്, മുലാഫിലെ മജ്റൂറാണ്. പിന്നെ തൻവീന് പോയി കാരണം മുലാഫാണ്, കാരണം ദമീർ മുത്തസിലായ ഹ സൗജിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ മഅ സൗജിഹ. അപ്പോൾ സൗജിഹ, സൗജി മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. ദമീർ മുത്തസിൽ എപ്പോഴും ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ അത് എന്താണ്, മുലാഫിലെ മജ്റൂർ. പക്ഷേ എല്ലാ ദമീറുകളും മബ്നിയാണ്, അതുകൊണ്ട് കസറിൻ്റെ അടയാളം ഉണ്ടാവില്ല. അപ്പോൾ സൗജിഹ. പിന്നെ അടുത്ത എന്താ, സൗജുഹ മുഹന്ദിസുൻ. അപ്പോൾ ഇവിടെ പുതിയ സെൻറ്റൻസ് തുടങ്ങുകയാണ്. പുതിയ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ എന്ത് സംഭവിച്ചു, സൗജുൻ സൗജൂന്നായി. കാരണം എന്താ, ഇത് മുബത്തദയാണ്, മുബത്തദ മർഫു ആയിരിക്കണം. മഅക്ക് ശേഷം സൗജി വന്നത് എന്തുകൊണ്ടാണ്, മഅക്ക് ശേഷം മുലാഫിലേ ആയതുകൊണ്ടാണ് സൗജീന്നായ, മുലാഫിലേ മജ്റൂറാണ്, അപ്പോൾ സൗജീന്നായി. പക്ഷെ ഇപ്പോൾ സെൻറ്റൻസ് തുടങ്ങുകയാണ്. അപ്പോൾ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ മുബത്തദ എന്തായിരിക്കണം, മർഫു ആയിരിക്കണം. അതുകൊണ്ട് സൗജു, സൗജു. അപ്പോൾ സൗജുഹ മുഹന്ദിസുൻ, അവളുടെ ഭർത്താവ് മുഹന്ദിസാണ്, എഞ്ചിനീയറാണ്. അപ്പോൾ സൗജു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. മുഹന്ദിസുൻ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. സൗജ് മുലാഫ് ആയതുകൊണ്ട് അതിന് അലിഫ്ലാമില്ല, തൻവീനില്ല. അപ്പോൾ സൗജുഹ, സൗജുഹ അലിഫ്ലാം ഇടൂല, തൻവീൻ ഇടൂല. വഹുവ മുലാഫ് സൗജു, ഹ മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഈ പേജ് ഇവിടെ അവസാനിക്കുകയാണ്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും.